ഒച്ചകെട്ട് നോക്കിയത്. അന്നേരം ആനയെ കണ്ടു. ഞാൻ തിരിഞ്ഞോടി. കതകിനൊരു മുട്ട് കേട്ട് ഞാൻ അവിടെ ചെന്നപ്പം രക്തത്തിൽ കുളിച്ച് ദേഹത്ത് മുഴുവൻ ചെളിയായിട്ട് പുള്ളിക്കാരൻ നിൽക്കുന്നു. ആന മുൻകാൽ ഉയർത്തി അദ്ദേഹം ചവിട്ടാനായിട്ട് തുടങ്ങിയ സമയത്ത് നിലവിളിക്കാൻ പോലും ശബ്ദം വരുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഒരു ഭവനത്തിൻ്റെ മുൻപിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ആനയുടെ ആക്രമണത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കർഷകൻ്റെ ഭവനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാബു വെട്ടിക്കാട്ടിൽ എന്ന കർഷകൻ്റെ ഭവനം. ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് തൻ്റെ കൃഷിയിടങ്ങളൊക്കെ മനോഹരമായി സംരക്ഷിച്ചു വരുന്ന ഒരു മാതൃക കർഷകൻ കൂടിയാണ് നമ്മുടെ സാബു ചേട്ടൻ. ഗുഡ്നസ് ടി വിയിലേക്ക് സാബു ചേട്ടനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇന്ന് വളരെ സുസ്മേരവതനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാബു ചേട്ടൻ, അല്ലേ? തീർച്ചയായിട്ടും അത് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുവാനും പ്രേക്ഷകർക്ക് ഈ അനുഭവങ്ങളും സാബു ചേട്ടൻ്റെ ജീവിത സാഹചര്യങ്ങളും എങ്ങനെയാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സാബു ചേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ അനിയൻ്റെ കൃഷിയിടത്തിൽ അവിടെ 2018 ഉരുളുപൊട്ടലിൽ ആ സ്ഥലം മുഴുവൻ ഒഴുകിപ്പോയി, മണ്ണെല്ലാം പോയി, അവിടെ കല്ല് തെളിഞ്ഞ്. അപ്പോൾ അതിൻ്റെ അതിർത്തി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൊട്ട അതിർത്തിക്കാരൻ എന്നോട് ഒന്ന് ചോദിച്ചിരുന്നു, അതൊന്ന് അതിലൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിച്ചു തരാമോ എന്ന്. അതൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഒരു 4 മണി സമയത്താണ് ഞാൻ ഇവിടുന്ന് പോയത്. അവിടെ താഴെ എത്താറായപ്പോഴത്തേക്ക് മഴ പെയ്തു, ഭയങ്കര മഴയായിരുന്നു. മഴയായതുകൊണ്ട് ഈ ആന നിന്നോന്നും ഞാൻ അറിഞ്ഞില്ല. അവിടെ കൊക്കോയ്ക്കകത്തായിരുന്നു ആന നിന്നത്. അത് ഞാൻ കണ്ടുമില്ല. ആന എന്നെ കണ്ടു. ആനയൊന്ന് ചീറിയപ്പോഴാണ് ഞാൻ ഒച്ചകെട്ട് നോക്കിയത്. അന്നേരം ആനയെ കണ്ടു. ഞാൻ തിരിഞ്ഞോടി. വഴിയിൽ വള്ളിയെ തട്ടി വീണു കഴിഞ്ഞപ്പോൾ ആന എൻ്റെ പുറകെ വന്ന് കുത്തി നിരക്കിക്കൊണ്ട് പോയി. അവിടെ തടഞ്ഞു നിന്ന് പിന്നെ ആന എൻ്റെ അങ്ങേ സൈഡിൽ വന്നിട്ട് കാലുകൊണ്ട് തട്ടി എന്നെ നൂർത്തിട്ട് പിന്നെ ആന ഒരു 3 മിനിറ്റോളം ആന എൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ നിന്നു. ഞാൻ ആനയുടെ അടിയിൽ കിടന്നു. പിന്നെ ആന ചവിട്ടുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അത് കാണാൻ കഴിയാത്തത് കൊണ്ട് കണ്ണുകൾ പൊത്തി. ഒരു 2-3 മിനിറ്റ് ആന അവിടെ നിന്നേച്ച് ആന തന്നെ ഓടിപ്പോവുകയാണ് ചെയ്തത്. എന്തോ ദൈവം പറഞ്ഞു വിട്ടതുപോലെ എനിക്ക് തോന്നി. എനിക്ക് അവിടുന്ന് എഴുന്നേറ്റിട്ട് നടന്നു വരാനോ ഒന്നും പറ്റില്ലായിരുന്നു. എനിക്ക് അറിയില്ല എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയെന്ന് എനിക്കറിയില്ല. ദൈവം ഇവിടെ കൊണ്ടെത്തിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സൗചനം പറഞ്ഞതാണ്, ആ ആനയുടെ കാൽക്കീഴിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് അറിയില്ല. ഏകദേശം 2-3 മിനിറ്റോളം ആ തന്നെ ചവിട്ടാൻ വേണ്ടി ഉയർത്തിയ കാല് അതേപടി ആന താഴേക്ക് താഴ്ത്താതെ വെച്ചുകൊണ്ട് നിൽക്കുകയും പിന്നെ ശാന്തനായി പോകുകയുമാണ്. ഇതൊരു വലിയ അത്ഭുതമല്ലേ? അവിടെ ആ കർഷകനെ, ആ ദൈവത്തിൻ്റെ മകനെ ദൈവം അവിടെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്നാണ് സാബുചേട്ടനോട് നമുക്കറിയാൻ സാധിക്കുന്നത്. തുടർന്ന് എന്തൊക്കെ പരിക്കുകൾ അന്നേരം ഏകദേശം ഉണ്ടായിരുന്നു പറയാമോ? പരിക്ക് എൻ്റെ 2 വാരികളിൽ പൊട്ടി, 3 വാരികളിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. കൊമ്പ് കൊണ്ടിട്ട് പുറകിൽ മുറിവുണ്ടായിരുന്നു. കാലിനൊരു പൊട്ടുണ്ടായിരുന്നു. 1 കിലോമീറ്റർ ദൂരം ഈ മുറിവുകളും വെച്ച് ആ ഒരു പ്രതിസന്ധിയിൽ ആ മാനസികാവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നിന്നും ഈ 1 കിലോമീറ്റർ ദൂരം നടന്ന് ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് സാബുചേട്ടന് മനസ്സിലാകുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് സാബുചേട്ടൻ പറയുന്നത്. അപ്പോൾ സാബുചേട്ടൻ തുടർന്ന് എന്തായിരുന്നു? ആശുപത്രിയിൽ പോകുക എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറയാമോ? ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം പുറവശത്ത് ചെന്നത് മുഴുവൻ മണ്ണും ചെളിയൊക്കെ ആയിരുന്നു എൻ്റെ ദേഹത്ത്. ഇവിടെ പുറവശത്ത് ചെന്നിട്ട് വാതിലിന് മുട്ടി. അപ്പം ഭാര്യ ഉണ്ടായിരുന്നു ഇവിടെ. ഭാര്യ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് എന്നോട് ചോദിച്ചു എന്ത് പറ്റും. ഞാൻ പറഞ്ഞിങ്ങനെ ആനയൊന്ന് തട്ടിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒന്നും തിരിയാതെ ഇപ്പം ഞാൻ എൻ്റെ കണ്ണീരിട്ട് കയറി അവിടെ ഞാൻ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്കാരത്തി നേരെ കടയിൽ ഇവിടെ മുടിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തെ കടയിലേക്ക് അറിയാവുന്ന നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ വിളിച്ചു. അന്നേരം അവിടുത്തെ ഇപ്പോഴത്തെ മെമ്പറും മറ്റേ കച്ചവടക്കാരൻ സുധീഷ് എന്ന് പറഞ്ഞ ആളും കൂടെ, അവർ 2 പേരും കൂടെ വേഗം ജീപ്പ് എടുത്ത് ഇവിടെ ഓടി വന്ന് എന്നെ നേരെ അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ അവർ പറഞ്ഞത് ഇവിടെ പറ്റുകയില്ല, നിങ്ങൾ കണ്ണൂർ കൊണ്ടുപോകും. അവിടുന്ന് വേഗം അവർ ചെറിയ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഗ്ലൂക്കോസൊക്കെ കയറ്റി നേരെ ആംബുലൻസിൽ മിമിക്സ് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. അവിടെ ആശുപത്രിയിൽ എത്ര ദിവസം ചികിത്സയിൽ കിടന്നു പറയാമോ?
അവിടെ 1.5 ആഴ്ചയോളം ചികിത്സയിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3-4 പോക്ക് രണ്ടാമത് പോകേണ്ടതും വന്നു അവിടെ അവർ ചെക്കപ്പിനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ചികിത്സയ്ക്കും അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? സർക്കാരിൽ നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കവിടെ 1.25 ലക്ഷം രൂപ ആദ്യത്തെ ബില്ല് തന്നെ ഡിസ്ചാർജ് ബില്ലായി. അത് കഴിഞ്ഞിട്ടുള്ള ബില്ല് വേറെയുണ്ട്. അതൊന്നും അവർ പിന്നെ ഇവിടെ വന്ന് ഫോറസ്റ്റുകാർ വന്ന് ബില്ലൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരെന്തെങ്കിലും പിന്നെ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ഇതുവരെ ബില്ല് കൊണ്ടുപോയതല്ലാതെ അതിനുമേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവർ പറയുന്നത് പിന്നെ ഫണ്ടില്ല, ഫണ്ട് ലഭ്യമാവുന്നതിനനുസരിച്ച് തരാം എന്ന് അവർ പറയുന്നു. ഈ കർഷകന് വന്ന നഷ്ടം 2 വർഷമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കനിവും ഉണ്ടായിട്ടില്ല. എത്രയോ കാശ് സർക്കാർ ദൂർത്തടിച്ച് കളയുന്നുണ്ട്. പക്ഷേ കർഷകരുടെ ഈ വിധ ആവശ്യങ്ങൾക്ക് ഈ ആനയുടെ ചവിട്ടിൽ നിന്നും അത്ഭുതകരമായി, ഒരുപക്ഷെ നമുക്ക് എങ്ങനെ പറയാം, ആന കനിഞ്ഞ് ജീവൻ കൊടുത്തിട്ടും ആ ജീവനെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഒരു നടപടിക്രമവും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ വേദനപ്പെടുന്ന എത്രയോ കർഷകർ ഈ മലയോര മേഖലകളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സാബുചേട്ടനെ തുടർന്ന് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെ മെച്ചപ്പെട്ട അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാൻ ആയോ? എങ്ങനെയാണ്? ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കുറേശ്ശെ ചെയ്യുന്നുണ്ട്. നല്ല ഒരു ആരോഗ്യസ്ഥിതിയൊന്നുമില്ല. തൂമ്പ എടുത്ത് കളയ്ക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ചെറിയ അത്യാവശ്യം പണികൾ മാത്രം ചെയ്യുന്നു. സാബുചേട്ടൻ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശങ്ങളെല്ലാം വനങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടത്തിൽ പോലും വന്യമൃഗത്തിൻ്റെ ഇതുപോലൊരു ശല്യമുണ്ടായിട്ടില്ല. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോഴാണ് വന്യമൃഗ ശല്യം രൂക്ഷമായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാടുകളിൽ നിന്നും ഈ വന്യമൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്? നമ്മളിവിടെ ദൃശ്യത്തിൽ കണ്ടു. ഇത് വളരെ മനോഹരമായ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വികസിതമായ ഒരു പ്രദേശമാണ്. ഇവിടെയും മനുഷ്യന് ഈ കാട്ടുമൃഗങ്ങളെ ഭയന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇതിനെക്കുറിച്ച് സർക്കാരിനോട് എന്താണ് സാബുചേട്ടന് പറയാനുള്ളത്? സർക്കാരിൽ ഞാൻ പലരെ കൊണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. ആരന്വേഷിച്ചപ്പോഴും ഇവർ പറയുന്നത് പിന്നെ അത് പാസ്സാകുന്നതിനനുസരിച്ച് പൈസ തരാം എന്നാണ്. പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഈ പൈസ ഇങ്ങനെ കിട്ടുമെന്ന്. സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കൊടുത്താൽ തന്നെ അവർ ആദ്യമേ പറഞ്ഞു അത് മുഴുവൻ പൈസയൊന്നും കിട്ടുകയില്ല, നിങ്ങൾക്കൊരു എത്ര ശതമാനം പാസ്സാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് തരുവാണെങ്കിൽ തരട്ടെ എന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു 1.5 ലക്ഷം രൂപ, മറ്റ് ചിലവുകളെല്ലാം കൂടെ ഒരു 2-3 ലക്ഷം രൂപയെങ്കിലും ഈ മനുഷ്യന്, ഈ കർഷകന് ചിലവായിട്ടുണ്ട്. അതിൽ ഒരു പൈസ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്ന് പറയുന്നത് കർഷകരോട് ഈ സർക്കാർ കാണിക്കുന്ന അവഗണനയുടെ ഒരു നേർചിത്രം കൂടിയാണ് ഇതെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കും ഭയമില്ല. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഇവർക്കുള്ള സാമ്പത്തിക സഹായം അത് കൊടുത്തിട്ട് മതി മറ്റു കാര്യങ്ങൾ എന്നാണ് ഗുഡ്നസ് ടിവിക്ക് പറയാനുള്ളത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരാളെയും കൂടി കാണേണ്ടതുണ്ട്. നമ്മുടെ സാബുചേട്ടൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു. പറമ്പിലേക്ക് കൃഷിയിടം കാണുവാൻ വേണ്ടി പോയ ജീവിത പങ്കാളി രക്തത്തിൽ കുളിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സാബുചേട്ടൻ്റെ പ്രിയ പത്നിയായ ജാൻസി ചേച്ചി അനുഭവിച്ച ആ മാനസിക അവസ്ഥ, ചേച്ചി നമ്മളോട് ചേരുകയാണ്. ഗുഡ്നസ് ടിവിക്ക് ചേച്ചിയെ കൂടെ പരിചയപ്പെടുത്താം. ചേച്ചി, ആ സാഹചര്യം ഇന്നൊന്ന് ഓർത്തെടുക്കുമ്പം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ അന്നത്തെ മാനസികാവസ്ഥ ഒന്ന് പറയാമോ? അന്ന് നല്ല മഴയായിരുന്നേ. എന്നിട്ട് ആ മഴയത്ത് കുറച്ച് നേരമായിട്ടും പുള്ളിക്കാരനെ കാണാതിരുന്നുകൊണ്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കും അവിടെ. എന്നിട്ട് ഞാൻ ഈശോയുടെ രൂപത്തിന് മുന്നിൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ കാണുന്നില്ലല്ലോ. അന്നേരം അങ്ങനെ ഇനി വെള്ളത്തിൽ കൂടി എങ്ങാനും വലിയ മഴയായിരുന്നു അന്ന് പുള്ളിക്കാരൻ്റെ പിറന്നാളും കൂടെ ആയിരുന്നു, മെയ് 27. പിന്നെ അന്നേരമാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ കതകിനൊരു മുട്ട് കേട്ട് ഞാൻ അവിടെ ചെന്നപ്പം രക്തത്തിൽ കുളിച്ച് ദേഹത്ത് മുഴുവൻ ചെളിയായിട്ട് പുള്ളിക്കാരൻ നിൽക്കുന്നു. അന്നേരത്തെ മാനസികാവസ്ഥയൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്നൊക്കെ. ഫോണെടുത്ത് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാൻ നോക്കി, കൈ വിറച്ചിട്ട് ഫോൺ നമ്പർ ഒന്നും കാണുന്നുമില്ല. ഒരു തരത്തിൽ ഒരു ഫോൺ നമ്പർ വിളിച്ച്
ആ ഫ്രണ്ടിനെ വിളിച്ച് അവർ നിമിഷം കൊണ്ട് ഇവിടെ എത്തി. എന്നിട്ട് ഉടനെ തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ചേച്ചി പറഞ്ഞതാണ് ഭർത്താവ് താമസിക്കുന്ന സാഹചര്യം, മഴയുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, ഉരുൾപൊട്ടി ആ ഒരു പ്രദേശം തികച്ചും വർഷങ്ങൾക്ക് മുമ്പ് നാമാവിശേഷമായി പോയതാണ്. അവിടെയാണ് സഹോദരൻ്റെ കൃഷിയിടം, അവിടേക്കാണ് ജീവിത പങ്കാളി പോയിരിക്കുന്നത്. തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു, കാണുന്നില്ല, വിളിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആകെയുള്ള ആശ്രയം തിരുഹൃദയത്തെ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ജീവിത പങ്കാളിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് നമുക്കൊരു പ്രചോദനവും ഒരു മാതൃകയുമാണ്. തീർച്ചയായിട്ടും ഈ ജീവിത പങ്കാളിയുടെ ആ ചങ്കുപൊട്ടിയുള്ള തിരുഹൃദയ രൂപത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് കാല് ശരീരത്തിന് മുകളിൽ വന്നു നിന്നിട്ടും അത് താഴേക്ക് താഴ്ത്താതെ ആന കടന്നുപോയത്. അതുകൊണ്ട് ആ ഒരു ശക്തി, ആ ഒരു തടസ്സം, അത് ദൈവത്തിൻ്റെ ശക്തമായ കരമാണ്. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ആ തക്ക സമയത്തുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വലിയ ശക്തിയാണെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ചേച്ചി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചിക്ക് എന്ത് പറയാൻ സാധിക്കുന്നു? ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഞങ്ങളോട് ചെയ്ത കാരുണ്യം. ഇത് ആനയുടെ കാൽച്ചവിട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് ഉള്ള സംഭവമല്ലേ. രണ്ട് ദൈവം കയ്യിൽ ആ കരവലയത്തിനുള്ളിൽ ചേർത്ത് പിടിച്ച് ഇവിടെ കൊണ്ട് എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പെന്ന് പറഞ്ഞാൽ ഒരു കയറ്റമൊക്കെ കയറി വരണം, ദൈവം തന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു. സ്നേഹമുള്ളവരെ, ഈ സഹോദരി പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമല്ലേ? ആന ഒരു ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതെടുത്തിരിക്കും അല്ലേ? അവിടെ നിന്ന് ആ കൊമ്പ് കൊണ്ട് അത് നിരക്കി കൊണ്ടുപോയി അതിന് തടസ്സം തോന്നി അതവിടെ ഇട്ടു. വീണ്ടും ആ മനുഷ്യനെ തിരിച്ച് മറിച്ചിടുകയാണ് ആന. എന്നിട്ട് ചവിട്ടുവാൻ വേണ്ടി ഉയർത്തിയ കാല് അത് ശരീരത്തെ തൊടാതെ തടഞ്ഞു നിർത്തിയെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് സഹോദരി പറഞ്ഞതാണ്, ഈ 1 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ കുഴഞ്ഞ് ഒന്നും പറ്റാത്ത അവസ്ഥ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോട് ഗുഡ്നസ് ടിവിയോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ ആ ശക്തമായ അനുഗ്രഹം തീർച്ചയായിട്ടും ഇന്ന് സാബുച്ചേട്ടനാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പം ചേച്ചിക്കും സന്തോഷിക്കാം, അപ്പോൾ മക്കൾക്കും സന്തോഷിക്കാം. ഞങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് കച്ചേരിക്കടവ് സെൻറ്റ് ജോർജ് ഇടവക വികാരി ഫാദർ മാത്യു നരിക്കുഴി അച്ഛനാണ്. അച്ഛൻ്റെ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ്, ഒരംഗമാണ് നമ്മൾ സാബുച്ചേട്ടൻ. അപ്പോൾ സ്നേഹമുള്ള അച്ഛൻ്റെ ഇടവകയിൽ സാബു എന്ന് പറയുന്ന ആ ഒരു കുടുംബനാഥന് ആനയുടെ ചവിട്ടേറ്റുണ്ടായ ആ ദുരന്തം, അച്ഛൻ ആ വാർത്ത കേട്ടപ്പോൾ അതുമായിട്ട് അച്ഛൻ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിച്ചത്? അച്ഛൻ അതിനെക്കുറിച്ച് ഒന്ന് ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഈ തലശ്ശേരി അതിരൂപതയിലെ കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കച്ചേരിക്കടവ് ഇടവക. ഏകദേശം 500ഓളം കുടുംബങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലായിട്ട് ഒരുമയോടെ ഇവിടെ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1940കളിൽ ഇവിടെ കുടിയേറ്റം ആരംഭിക്കുകയാണ്. തിരുവിതാംകൂറിൽ നിന്ന് മണ്ണ് തേടിയിട്ട് ആളുകൾ ഇവിടെ വന്നു. തരിശുഭൂമികൾ പാട്ടത്തിനും അതുപോലെ തന്നെ കൃഷിക്കായിട്ടൊക്കെ വിലയ്ക്കൊക്കെ വാങ്ങി അങ്ങനെ കഷ്ടപ്പെട്ട് പണിത് വിളഭൂമിയാക്കിയതാണ് ഇന്ന് നമ്മളിത് കാണുന്നതൊക്കെ. ഈ വെട്ടിക്കാട്ടിൽ കുടുംബം അവർ ആദ്യത്തെ ഒരു കുടിയേറ്റക്കാരാണ്. വെട്ടിക്കാട്ടിലെ തോമസിൻ്റെ മകനാണ് സാബു. അദ്ദേഹം അടിസ്ഥാനപരമായ കർഷകനാണ്, കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 2022 മെയ് മാസത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹം പറമ്പിൽ വെച്ച് ആനയുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആനയെ കണ്ട് പേടിച്ച് തിരിച്ചോടിയ സമയത്ത് ആന പുറകു വന്നു. അങ്ങനെ അദ്ദേഹം തട്ടി വീഴുന്നു. അവിടെ നിന്ന് ആന അടുത്തെത്തി അദ്ദേഹത്തെ മുൻകാലം കൊണ്ട് തൊഴിച്ച് നിരക്കി. ആ സമയത്ത് അദ്ദേഹത്തിന് വാരിയെല്ലൊക്കെ ഒടിഞ്ഞ് അങ്ങനെ എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത് ആന മുൻകാലം ഉയർത്തി അദ്ദേഹത്തെ ചവിട്ടാനായിട്ട് തുടങ്ങിയ സമയത്ത് നിലവിളിക്കാൻ പോലും ശബ്ദം വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കൈകൂപ്പി ഇങ്ങനെ കിടന്ന സമയത്ത് ആനയ്ക്ക് ദയ തോന്നിയിട്ടോ അറിയത്തില്ല, അദ്ദേഹത്തെ ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടന്ന അദ്ദേഹം ഒരു തരത്തിൽ ഏന്തി വലിഞ്ഞ് വീട്ടിലെത്തി. ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകളെല്ലാം വിളിച്ചുകൂട്ടി കണ്ണൂർ മിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഏറെ നാൾ ചികിത്സയിൽ കഴിഞ്ഞു. അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഞങ്ങൾക്കൊക്കെ അമ്പരപ്പോടെ ആണ് ഈ വാർത്ത ഞങ്ങൾ കേൾക്കുന്നത്.
ആ സമയത്ത് ധാരാളം പേര് അദ്ദേഹത്തെ ഇവിടെ ആശ്വസിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ടും മറ്റും ഇവിടെ വന്നിരുന്നു, ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. പക്ഷേ പിന്നീട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അച്ഛാ, അന്നത്തെ ആ ദുരന്തം കഴിഞ്ഞെങ്കിലും ഇന്ന് എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഈ കാട്ടാനയോ വന്യമൃഗങ്ങളുടെ ശല്യമോ കാര്യങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ പ്രദേശം എന്ന് പറയുന്നത് രാപകലില്ലാതെ വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്നൊരു സ്ഥലങ്ങളാണ്. ഇപ്പം ഞാൻ 2019 ഇവിടെ വന്ന സമയത്ത് അന്ന് വൈകുന്നേരം ഞാനൊന്ന് പള്ളിയുടെ പുറകിലോട്ട് നോക്കിയപ്പം അവിടെ ഒരു കാട്ടാന കൂട്ടം, ഒരു 10-13 ആനകൾ കുഞ്ഞുങ്ങളടക്കമുള്ളത് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ്. അച്ഛനെ സ്വീകരിക്കാൻ വേണ്ടി കാട്ടാനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷേ ഇപ്പോഴാണെങ്കിലും ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ കശുവണ്ടിയുടെ സീസണാണല്ലോ, കശുമാവൻ തോട്ടങ്ങളിൽ അവർക്ക് അണ്ടി പെറുക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം കൂട്ടത്തോടെ വന്ന് കശുവണ്ടി നശിപ്പിക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു, അങ്ങനെ വളരെ സങ്കടത്തിലുള്ള ഒരു സമയത്തിലാണ്. ഇപ്പം ഇപ്പോഴും ആളുകൾ ഭീതിയിലാണ്, രാത്രിയിൽ പുറത്തിറങ്ങാൻ പറ്റാതെ, അതുപോലെ തന്നെ പകലാണെങ്കിലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വന്യമൃഗങ്ങളെ പേടിച്ചു കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെയുള്ളവർ. അപ്പോൾ അച്ഛാ, ഇപ്പോൾ ഇതുപോലെ ഇപ്പോഴും ഈ വളരെ ഭീതിയിൽ തന്നെയാണ് മലയോര കർഷകർ ഇന്ന് പലയിടങ്ങളിലും, ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും കഴിയുന്നത്. ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്ന നിലയ്ക്ക് അച്ഛൻ എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു നമ്മളിവിടെ, അല്ലെങ്കിൽ അച്ഛന് കൊടുക്കാൻ സാധിക്കും? കാരണം അച്ഛനിപ്പോൾ പറയുമ്പോൾ തന്നെ തൻ്റെ ഇടവകയിലെ ഒരു അംഗത്തിന് വന്ന ആ ഒരു വേദന അച്ഛൻ്റെ ഒരു വേദന പോലെ അച്ഛൻ ഉൾക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഈ വേദനയിൽ നിന്നുകൊണ്ട് സർക്കാരിനോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ വനം സംരക്ഷിക്കാനും ശക്തമായ നിയമങ്ങളുണ്ട്. പക്ഷേ വന്യമൃഗ ശല്യത്തിനെതിരെ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണങ്ങളിൽപ്പെട്ടവർക്കെതിരെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ള അതിനൊരു കൃത്യമായ നീതമായ നിയമങ്ങളോ ഇത് ഇത്രയും പ്രധാനമുള്ള നിയമങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് ഗവൺമെൻറ്. പക്ഷേ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ ജനങ്ങളോട് ഈ ജനവിഭാഗത്തോട് അവർ ചെയ്യേണ്ട കടമകൾ അവകാശപ്പെടാൻ സാധിക്കും? എന്നാൽ ഈ ജനത്തിനോട് കൃത്യമായി നികുതി അടയ്ക്കാൻ, നിയമങ്ങൾ പാലിക്കാനായിട്ട് ചോദിക്കാനായിട്ട് അർഹതയില്ല. കാരണം ജനങ്ങൾക്ക് നൽകേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെൻറ്റിന് അവരോട് അവകാശങ്ങൾ ചോദിക്കാനുള്ള അർഹതയില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് വന്ന് കുറേ വാഗ്ദാനങ്ങൾ നൽകും. അന്ന് ഈ സാബു ചേട്ടൻ്റെ അപകടം ഉണ്ടായ സമയത്ത് സോളാർ ഫെൻസിങ് പോലുള്ള കാര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തിട്ട് പോയതാണ്, അദ്ദേഹത്തിനുള്ള നഷ്ടപരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് പോയതാണ്. ഇതൊന്നും പാലിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങളിൽ പല മേഖല, ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലകളിലാണെങ്കിലും വിജയകരമായി നടപ്പിലാക്കിയ ഫലപ്രദമായ കാര്യങ്ങളെല്ലാം പോയി പഠിച്ച് നമ്മൾ കേരളത്തിലൊക്കെ നടപ്പിലാക്കാനായിട്ട് ജനപ്രതിനിധികളൊക്കെ പോകാറുണ്ട്. എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ഫലപ്രദമായ കാര്യങ്ങൾ അവരെങ്ങനെ അതിനെ തടയുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിവിടെ അനുവർത്തിക്കാൻ പറ്റുന്നില്ല? അതാണ് ഇനി വേണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വാഗ്ദാനങ്ങളെക്കാൾ ഉപരി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക്, അതുപോലെ തന്നെ പരിക്ക് പറ്റി ഇതുപോലെ സാബുചേട്ടനെ പോലെയുള്ളവർക്ക്, കൃഷിനാശം സംഭവിച്ചവർക്ക്, അവർക്കൊക്കെ അടിയന്തര പ്രാധാന്യത്തോടുകൂടെ നഷ്ടപരിഹാരം നൽകാനായിട്ട് ഈ ഭരണ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ 2 കാര്യം ഓർത്തെടുക്കുകയാണ്. ഒന്ന്, ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു നിയമമില്ലാന്ന് അച്ഛൻ പറയുന്നത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ നിയമമുണ്ട്, സർക്കാർ അതിനുവേണ്ടി പണം ചെലവാക്കുന്നു, അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. എന്തുകൊണ്ട് ഇതുപോലെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു നിയമമില്ല, മനുഷ്യനെ സംരക്ഷിക്കുവാൻ ഒരു പ്രതിബദ്ധത നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് ഇല്ല എന്ന് അച്ഛൻ സൂചിപ്പിക്കുകയായിരുന്നു. വീണ്ടും അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ ജനങ്ങൾ ഇവിടെ നികുതി കൊടുക്കുന്നു. ഈ സാബുചേട്ടൻ ഉൾപ്പെടെ ഇപ്പോഴും ഓരോ കാര്യത്തിനും സർക്കാരിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അന്ന് വാഗ്ദാനം ചെയ്ത ആ സാമ്പത്തിക സഹായം ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. അതുപോലെ വൈദ്യുതി വേലി നിർമ്മിക്കാമെന്ന് അന്ന് ഒരു ദുരന്തമുണ്ടായപ്പോൾ വന്ന് ഘോരഘോരം അത് ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷമായിട്ടും നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിയന്തര ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗുഡ്നസ് ടിവിക്കും പറയാനിതേ ഉള്ളൂ, ഇനിയും ഒരു ദുരന്തമുണ്ടാകുന്നത് വരെ ഇങ്ങനെയുള്ള മലയോര മേഖലകളെ അവഗണിക്കരുത് എന്ന് ശക്തമായി ഗുഡ്നസ് ടിവി പറയുകയാണ്. കാരണം അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് വാഗ്ദാനങ്ങളല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. അതിനുവേണ്ടി സഹകരിക്കണം, സർക്കാർ ഉണർന്നെഴുന്നേൽക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അച്ഛാ, ഇപ്പോഴും ഈ വന്യമൃഗത്തിൻ്റെ ഭീതി ഈ പ്രദേശത്ത് വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന് അച്ഛൻ പറയുന്നു. താങ്കളുടെ കൃഷിയിടത്തിൽ നിന്നും കശുവണ്ടി ശേഖരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ കാർഷിക മേഖലയിൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ?
കർഷകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇനി മുമ്പോട്ട് ഈ കൃഷിഭൂമികൾ കൊണ്ട് അവർക്ക് അവരുടെ ജീവിതങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നും അവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പല വീടുകളിലെയും പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം പുറത്തോട്ട് പോവുകയാണ്. കാരണം ഈ കൃഷി കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല. കാരണം കൃഷി ഒരു വശത്ത് വന്യമൃഗശല്യങ്ങൾ, കൃഷിനാശങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾക്ക് വില മതിയായിട്ട് ലഭിക്കാത്ത അവസ്ഥ. ഇതുകൊണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ കൃഷിഭൂമി കൊണ്ട് ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി.